ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് 13 വർഷത്തെ ഒളിവ് ജീവിതത്തിന് പിന്നാലെ പിടിയിലാകുമ്പോൾ സവാദിനെ ഇത്രയും നാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരും പ്രതിക്കൂട്ടിലാവുകയാണ്. മതനിന്ന് ആരോപിച്ച് പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതിന് പിന്നാലെ 13 വർഷമാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞത്. ഷാജഹാൻ എന്ന പേരിലായിരുന്നു ഒളിവിൽ താമസം. പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദ ഗ്രൂപ്പുകളാണ് സവാദിന് സുരക്ഷിതമായ താവളം ഒരുക്കിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ താമസിച്ച പ്രതി നേതാക്കളെ മാത്രമാണ് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നത്. അതായത് പ്രതി ഈ സമയം ഉപയോഗിച്ച ഫോണിന്റെ സൈബർ ഫോറൻസിക് പരിശോധനയിലാണ് പ്രതി നിരന്തരമായി ഇത്തരം നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നതായും ഒളിവ് താവളം ഒരുക്കിയവരെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒളിത്താവളം സവാദിന് 13 വർഷം ഒളിത്താവളം ഒരുക്കിയവരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് സവാദിൽ നിന്നും എൻഐഎ ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. തെളിവുകൾ ശേഖരിച്ചതിന് പിന്നാലെയായിരിക്കും ഈ ഒളിവ് ജീവിതത്തിന് വേണ്ടി സൗകര്യം ഒരുക്കിയവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുകയെന്നാണ് എൻഐഎ നൽകുന്ന സൂചനകൾ. 2024 ജനുവരിയിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നാണ് മുഖ്യപ്രതി എൻഐഎ അറസ്റ്റ് ചെയ്യുന്നത്. അധ്യാപകനെ ആക്രമിക്കുമ്പോൾ കൂട്ടുപ്രതികളുടെ വെട്ടേറ്റ് സവാദിന് പരിക്കേറ്റിരുന്നു. ഈ മുറിപ്പാടിൽ നിന്നാണ് ഷാജഹാൻ സവാദ് തന്നെയെന്ന് എൻഐഎ കണ്ടെത്തുന്നത്. നേരത്തെ തന്നെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത പ്രതിയെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. 13 വർഷങ്ങൾക്ക് പിന്നാലെയാണ് സവാദ് കണ്ണൂരിൽ വെച്ച് എൻഐഎയുടെ പിടിയിൽ ആകുന്നതും. അതായത് കുറ്റകൃത്യം നടന്നത് 2010 ജൂലൈ 4-ന് ആലുവയിൽ നിന്നും നാടുവിട്ട സവാദിനെ കഴിഞ്ഞ 13 വർഷം കണ്ടെത്താനായിരുന്നില്ല. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ 10 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ആദ്യം 4 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് തുക 10 ലക്ഷമാക്കി ഉയർത്തിയത്. 54 പ്രതികളുള്ള കേസിൽ മറ്റു പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കി. ഒന്നാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട 18 പ്രതികളെ കോടതി വിട്ടയച്ചിരുന്നു. സവാദിനെ വിദേശത്ത് കണ്ടതായുള്ള രഹസ്യവിവരത്തെ തുടർന്ന് എൻഐഎ അന്വേഷണം ശക്തമാക്കിയിരുന്നു. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ദുബായിൽ സവാദിനെ കണ്ടതായി മൊഴി നൽകുകയായിരുന്നു. ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ ഏജന്റുമാരുമായുള്ള പാകിസ്ഥാൻ, ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അരിച്ചു പെറുക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മലേഷ്യ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും എൻഐഎ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സവാദ് സിറിയയിലേക്ക് കടന്നതായി അന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും തെളിവ് ലഭിച്ചിരുന്നില്ല. കേസിലെ കൂട്ടുപ്രതികളുമായും സംഭവത്തിന് ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല. കേസിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബാംഗ്ലൂരിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ടായിരുന്നെങ്കിലും ഇത് സംബന്ധിച്ചും സ്ഥിരീകരണം പിന്നീട് ഉണ്ടായില്ല. നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി എ കെ നാസറിനൊപ്പം സവാദ് ഉണ്ടായിരുന്നു. നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ അനുമാനം അങ്ങനെയായിരുന്നു. എന്നാൽ നാസർ കീഴടങ്ങിയതിന് പിന്നാലെ വിശദമായി ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും സവാദിനെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. കുറ്റകൃത്യം നടന്ന് 2010 ജൂലൈ 4-ന് സവാദിനെ അവസാനമായി കണ്ടത് കേസിൽ കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജിലായിരുന്നു. അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായാണ് സവാദ് അന്ന് കടന്നുകളഞ്ഞത്. ക്രൈംബ്രാഞ്ചിനും എൻഐഎയ്ക്കും ഈ മഴു ഇതുവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിനിടയിൽ സവാദിന് ചെറിയ തോതിലൊക്കെ പരിക്കേറ്റിരുന്നു. ഈ പരിക്കുമായി സവാദ് ആലുവ വരെ എത്തിയെങ്കിലും അതിനും തെളിവുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്നോ നീങ്ങിയതെന്നോ സംഘത്തിലെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ബാംഗ്ലൂരിൽ സവാദ് ചികിത്സ തേടിയ നഴ്സിംഗ് ഹോമിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് അന്ന് പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം ഇക്കാര്യമൊക്കെ നിഷേധിക്കുകയായിരുന്നു. അതേസമയം 2010 ജൂലൈ 4-നാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടുന്നത്. നിരോധിത സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൃത്യമെന്ന എൻഐഎ കണ്ടെത്തിയിരുന്നു. ആദ്യഘട്ട വിചാരണയിൽ 31 പേരിൽ 13 പേരെ കോടതി ശിക്ഷിക്കുകയും 18 പേരെ വെറുതെ വിടുകയും ചെയ്തു. പ്രാഥമിക ഘട്ടത്തിൽ കേരള പോലീസ് അന്വേഷിച്ച കേസ് 2011 മാർച്ച് 9-നാണ് എൻഐഎ ഏറ്റെടുക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറായിരുന്ന ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ വിധി പ്രസ്താവം വരുന്നത് സംഭവം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ്. കേരളത്തെ ഒന്നാകെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അധ്യാപകന്റെ കൈവെട്ട് കേസെന്നത്. സംസ്ഥാനത്ത് ഇതിനു മുൻപും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ തന്നെയായിരുന്നു ഇതിന്റെ ക്രൂരകൃത്യം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ബികോം മലയാളം ഇന്റേണൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രൊഫസർക്കെതിരെ ആക്രമണം നടന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി പ്രതികൾ വെട്ടിമാറ്റുകയായിരുന്നു. ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിൽ കഴിയവെയാണ് ജോസഫ് ആക്രമിക്കപ്പെടുന്നത്. 2010 ജൂലൈ 4-നായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവം. ഇപ്പോൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് കൃത്യം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും എന്നാണ് ആദ്യം കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് പിന്നീട് കേസ് അന്വേഷിച്ച എൻഐഎയും കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.